ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് മലബാർ മേഖല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മലബാർ മേഖലയിൽ ഇന്ന് നടക്കുന്ന കാര്യത്തിൽ വിവാദങ്ങളുടെ കേന്ദ്രം മലപ്പുറം ജില്ലയാണ്. സംശയമൊന്നുമില്ല. രാഷ്ട്രീയ വിവാദമാവട്ടെ, വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ്. PV അൻവർ MLA ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയം കൈവരിച്ച MLA PV അൻവർ അഴിച്ചുവിട്ട ഒരു ഭൂതം കുടം തുറന്നു വിടുന്നു. ആ ഭൂതം കേരളക്കരയാകെ ചുറ്റി സഞ്ചരിക്കുന്നു. അതിൻ്റെ അനുരണനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ അതിൻ്റെ വൈബ്രേഷനൊക്കെ സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അപ്പം ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ അൻവർ തന്നെയായിരുന്നു വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അൻവർ ഇന്നലെ മഞ്ചേരിയിൽ വെച്ചിട്ട് അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു കൂട്ടായ്മ പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ MLA സ്ഥാനം അങ്ങ് തുറക്കും. കാരണം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അൻവറിന് തൻ്റെ MLA സ്ഥാനം ത്യജിക്കേണ്ടി വരുന്നത് വളരെ കരുതലോടുകൂടിയിട്ട് ഇത്ര കൃത്യമായി ഒരു വ്യവസായി കൂടിയ ഒരു മനുഷ്യൻ രാഷ്ട്രീയം കളിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഇടതുപക്ഷം ചിന്തിച്ചു കാണില്ല. അത്രയും കൃത്യമായി സ്റ്റാലിനെ പോയി കാണുന്നു. DMK മുന്നണിയുമായി സഹകരിക്കാൻ തയ്യാറാവുന്നു. പക്ഷേ കേരളത്തിൽ നിന്നും DMKയും പിണറായി വിജയനും തമ്മിലുള്ള CPIയും തമ്മിലുള്ള ബന്ധം വളരെ പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെ തടയാടാൻ ഇടതുപക്ഷം റെസിസ്റ്റ് ചെയ്യുന്നു, പ്രതിരോധിക്കുന്നു. അൻവർ വളരെ കരുതലോടെ DMK എന്ന പേരിൽ തന്നെ ഒരു ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് കേരള, അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ കൂട്ടായ്മ അത് രൂപീകരിക്കുന്നു. അതിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനായിരുന്നു ഇന്നലെ മഞ്ചേരി വേദിയായിട്ടുള്ളത്. അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃത്യമായൊരു നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്ന സമയത്ത് ഒരു ബാലാരിഷ്ടതയൊക്കെ ഉണ്ടെങ്കിലും അൻവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് പുതിയൊരു ജില്ല, മലബാറിൽ പുതിയ ജില്ല വേണം എന്നൊരാവശ്യം. ഒപ്പം കർഷകരുടെ കാര്യങ്ങൾ പറയുന്നു, പോലീസിങ്ങിലെ കാര്യങ്ങൾ പറയുന്നു. എല്ലാം ചേർന്ന് നയപ്രഖ്യാപന പ്രസംഗം കൂടി ഇന്നലെ PV അൻവർ നടത്തിക്കളഞ്ഞു. അതിന് മറുപടിയായി ഇന്ന് വൈകിട്ട് അൻവർ ആദ്യം വെടിപൊട്ടിച്ച നിലമ്പൂർ ചന്തക്കുന്നിൽ CPIM ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട്. എല്ലാം ചേർന്നുകൊണ്ട് മലബാർ മേഖലയിലെ വിവാദത്തിൻ്റെ കേന്ദ്രമായി മലപ്പുറം ജില്ല ഇങ്ങനെ വിലസുകയാണ്, ശരിക്കും പറയുന്നത് പരിലസിക്കുകയാണ്. അപ്പം എല്ലാ കണ്ണുകളും രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകളുടെ മുഴുവൻ കണ്ണുകളും മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ്. എന്താണ് അൻവറിൻ്റെ അടുത്ത നീക്കം എന്ന് പോലും പറയാൻ സാധിക്കാത്ത രീതിയിൽ രാഷ്ട്രീയ ചാണക്യനായി PV അൻവർ എന്ന ഒരു വ്യവസായിയായ MLA മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത് ഇടതു കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചില്ലറയല്ല. അതിനുശേഷം ഇന്ന് നിയമസഭാ സമ്മേളനം കൂടി ആരംഭിക്കുകയാണ്. നിയമസഭാ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ടാവും. അർജുൻ 9 മണിയായി ആരംഭിച്ചു. വളരെ കലുഷിതമായിരിക്കും നിയമസഭാ സമ്മേളനം നടക്കുക. കാരണം ADGP അജിത് കുമാറിനെ മുഖം രക്ഷിക്കാനെങ്കിലും ഇന്നലെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മുഖ്യമന്ത്രി നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് അർദ്ധരാത്രിക്ക് പുറത്തിറങ്ങുന്നു. ആ ഒരു കാര്യം കൊണ്ട് പ്രതിപക്ഷത്തെ പിടിച്ചുകെട്ടാം എന്ന് ചിലപ്പോൾ മുഖ്യമന്ത്രി കരുതി കാണും. പക്ഷേ അത് കൂടുതൽ ഗൗരവമുള്ള വിഷയത്തിലേക്ക് പോകും. കാരണം UDF നേതാക്കളും ഇന്നലെ പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞ കൃത്യമായൊരു കാര്യം, ജുഡീഷ്യൽ അന്വേഷണം നടത്താതെ ഞങ്ങൾ പിന്മാറില്ല എന്നതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഇപ്പോൾ വാക്തർക്കം തുടങ്ങിയിട്ടുണ്ടെന്ന് കരുതുന്നു. എനിക്കതിൻ്റെ വിഷ്വൽസ് ഇവിടെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ 9 മണിക്ക് അത് തുടങ്ങി കാണുമെന്ന് കരുതുന്നു. ഏതായാലും ഇന്നത്തെ നിയമസഭാ സമ്മേളനം, ഒപ്പം മലപ്പുറം ജില്ലയിലെ അൻവറിന് മറുപടിയായി ഇന്ന് നിലമ്പൂരിൽ CPIMൻ്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം എല്ലാം ചേർന്ന് ഇന്ന് മലബാറും മേഖലയും വളരെ സജീവമാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലാണെങ്കിൽ ഇന്ന് നിയമസഭാ സമ്മേളനം കൂടുന്നതിൻ്റെ വേറൊരു അന്തരീക്ഷം എല്ലാം ചേർന്ന് പോകുന്ന സമയം കോഴിക്കോട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് 2 ദിവസം പോവുകയാണ്.